അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 4-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അടുത്ത തിങ്കളാഴ്ച 20-ാം തീയതി പരീക്ഷ ദുറൂസാണ്. അപ്പം 4-ാം ക്ലാസ്സിലെ ദുറൂസിൻ്റെ 4 പാഠങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത്. അതിൻ്റെ റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ മറ്റു വിഷയങ്ങളിൽ പറഞ്ഞ പോലെ തന്നെ ഒരു പാഠത്തിൽ നിന്ന് ആദ്യമായി നമ്മൾ പഠിക്കേണ്ടത് കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. അപ്പം ഈ പാഠത്തിൽ അതെന്തായാലും പഠിച്ചു പോകണം. കാരണം അത് പരീക്ഷയ്ക്ക് വരും, 100% ഗ്യാരണ്ടിയാണ്, ഉറപ്പുള്ള കാര്യമാണ്. അതായത് ഒരു വർഷം വന്ന ചോദ്യം അതേപോലെ പിറ്റത്തെ വർഷം ചോദിക്കും. ഇപ്പൊ ഇന്നത്തെ 3-ാം ക്ലാസ്സിന്റെ ദുറൂസിന്റെ പരീക്ഷ നോക്കിയാൽ കഴിഞ്ഞ വർഷത്തെ ചോദ്യത്തിൽ ഏകദേശം ഒരു 10 ചോദ്യം, ഏകദേശം 10 ചോദ്യം മുഴുവനും കഴിഞ്ഞ വർഷം ചോദിച്ച അതേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായി പഠിക്കണം. ഒരു കാരണവശാലും കഴിഞ്ഞ വർഷത്തെ ചോദ്യം ഒഴിവാക്കരുത്. അപ്പൊ കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യമാണ്, കൽബിൻ ശുദ്ധി വരുത്തി നമ്മൾ നല്ലവരായി ഡാഷ്, എന്താണ്, നടന്നിടും. അപ്പോൾ അത് പഠിക്കുക, ഈ പാട്ട് പഠിക്കാം. അതുപോലെ കഴിഞ്ഞ വർഷം ഗൾഫിലെ പരീക്ഷയ്ക്ക് വന്നതാണ്, പരിസരം സുന്ദരമാക്കാൻ നമ്മൾ നാട്ടിൽ നന്മ ചൊരിഞ്ഞിടും. ഇത് പൂരിപ്പിക്കാൻ വന്നു, നാട്ടിൽ നന്മ ചൊരിഞ്ഞിടും. അതുകൊണ്ട് ഈ പാട്ട് വൃത്തിക്കാൻ പഠിക്കാം. അതുപോലെ ഇത് പ്രധാനപ്പെട്ടതാണ്. കാരണം കഴിഞ്ഞ വർഷം കാക്കൊല്ല പരീക്ഷയ്ക്ക് ചോദിച്ചു എന്നതുകൊണ്ട്, നമുക്ക് ചോദിച്ചു എന്നതുകൊണ്ട് ഗൾഫിലെ പരീക്ഷന്റെ ചോദ്യം നമുക്ക് ഇങ്ങോട്ട് ചോദിക്കാറുണ്ട്. ഇപ്പൊ ഇന്നത്തെ ദുറൂസിൽ 2-ാം ക്ലാസ്സിലെ ചോദ്യത്തിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. 2-ാം ക്ലാസ്സിലല്ല 3-ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം ഗൾഫിലെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ഈ വർഷം ഇവിടത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചു. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കണം, ഇതും പ്രതീക്ഷിക്കണം, ഇതും പ്രതീക്ഷിക്കണം. ഓക്കെ, അപ്പൊ നന്നായി പഠിക്കുക. അപ്പൊ ഈ പാട്ടും പഠിക്കുക, എല്ലാം മുഴുവൻ പഠിക്കുക. പക്ഷെ ഞാൻ ഈ അടിവരട്ട് പ്രധാനമായിട്ട് പഠിക്കുക. പരിസരം സുന്ദരമാക്കാൻ നമ്മൾ നാട്ടിൽ നന്മ ചൊരിഞ്ഞിടും, കൽബിൻ ശുദ്ധി വരുത്തി നമ്മൾ നല്ലവരായി നടന്നിടും. ഓക്കെ, ഇനി പരീക്ഷയ്ക്ക് വന്നൊരു ചോദ്യമാണ്, ഈമാനിന്റെ ഭാഗമാണ് എന്ത്? എന്താണ് ഉത്തരം? വൃത്തി. എങ്ങനെ വൃത്തി എന്ന് എഴുതാൻ നോക്കുക. വൃത്തി, വൃത്തി കണ്ടോ? അപ്പൊ നിർബന്ധമായി പഠിക്കാം, വൃത്തി ഈമാന്റെ ഭാഗമാണ്. ധൈര്യമായി പഠിക്കാം, വൃത്തി ഈമാന്റെ ഭാഗമാണ്, വൃത്തി ഈമാന്റെ ഭാഗമാണ്. പഠിച്ചില്ലേ? എന്നാൽ പരീക്ഷയ്ക്ക് 2 രൂപത്തിൽ ചോദ്യം വരും. 2 ചോദ്യം കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട്. ഒന്ന് ഗൾഫിലെ പരീക്ഷയ്ക്കും ഒന്ന് നാട്ടിലെ പരീക്ഷയ്ക്കും. നാട്ടിലെ പരീക്ഷയ്ക്ക് വന്ന് ഈമാന്റെ ഭാഗമാണ് എന്ത്? അപ്പൊ വൃത്തി. ഇനി മറ്റേ പരീക്ഷയ്ക്ക് ഒന്ന് വൃത്തി ഈമാന്റെ ഡാഷ്, എന്താണ്? ഭാഗമാണ്. ഭാഗമാണ് എഴുതുന്നത്. എല്ലാവരും നോക്കുന്നു, അക്ഷരം നോക്കൂ. ഭ ഭ ഭ ഗ ഗ ഗ, ഭാഗമാണ്. റെഡി, സെറ്റ്, ഓക്കെ. അടുത്ത നമ്മൾ പോവാണ്. എന്താണ്? വൃത്തിയുള്ള കൽബിന്, വൃത്തിയുള്ള ഹൃദയം, വൃത്തിയുള്ള ഹൃദയത്തിന്, വൃത്തിയുള്ള ശരീരത്തിന്, വൃത്തിയുള്ള പരിസരത്തിന്. കണ്ടോ? ഇപ്പൊ 3 ഹെഡിങ് അവിടെ ഉള്ളത്. ഇത് ഞാൻ പറയട്ടെ. ആദ്യം നമുക്ക് കഴിഞ്ഞ 2 പരീക്ഷക്കും, കഴിഞ്ഞ വർഷത്തെ ഗൾഫിലെ പരീക്ഷക്കും നാട്ടിലെ പരീക്ഷക്കും ഈ 2 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നു, ഞാൻ പ്രവചിക്കുന്നു, ഈ ചോദ്യം ഈ വർഷം ഉണ്ടാകും. ഉറപ്പാണ്. വൃത്തിയുള്ള കൽബിന് എന്ത് ചെയ്യണം? പഠിച്ചോ. വൃത്തിയുള്ള കൽബിന് എന്ത് ചെയ്യണം? തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. പഠിക്കുക. തിന്മകളിൽ നിന്ന് ഡാഷ്, എന്താണ്? ഒഴിഞ്ഞു നിൽക്കണം. സ്പെല്ലിംഗ് പഠിച്ചു നോക്കൂ എല്ലാവരും. ഒഴിഞ്ഞു നിൽക്കണം. പഠിച്ചില്ലേ? അടുത്ത ചിന്തയും പ്രവർത്തനവും നന്മകൾ മാത്രമായിരിക്കണം. ചിന്തയും പ്രവർത്തനവും നന്മകൾ മാത്രമായിരിക്കണം. അപ്പൊ വൃത്തിയുള്ള കൽബിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ചിന്തയിലും പ്രവർത്തനത്തിലും നന്മകൾ മാത്രമായിരിക്കണം. പിന്നെ എന്തൊക്കെയാണ് കൽബിന്റെ ദോഷങ്ങൾ, കൽബിന്റെ രോഗങ്ങൾ എന്തൊക്കെ? കിബർ, ഹസദ്, റിയാ, ഷിർക്ക് തുടങ്ങിയവ തൊട്ട് കൽബിനെ ശുദ്ധിമാക്കണം. അപ്പോൾ കൽബിന്റെ രോഗങ്ങൾ ഇങ്ങനെ വരാം. പിന്നെ ഇത് പൂരിപ്പിക്കാനും വരാം, അങ്ങനെയും വരാം ചോദ്യം. അപ്പൊ കിബർ, ഹസദ്, റിയാ, ഷിർക്ക്. പഠിച്ചില്ലേ? കിബർ, ഹസദ്, റിയാ, ഷിർക്ക്. ഇതൊക്കെ നമ്മളെ ഹൃദയത്തിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. ഇനി തുടങ്ങിയവ തൊട്ട് കൽബിനെ ഡാഷ് എന്താക്കണം? ശുദ്ധമാക്കണം. സ്പെല്ലിംഗ് നോക്കിയാലും ശുദ്ധ, കണ്ടില്ലേ? അത് പഠിച്ചു. ഇനി വൃത്തിയുള്ള ശരീരത്തിന് എന്താ വേണ്ടി? നമ്മുടെ ശരീരം വൃത്തിയാവാൻ എന്താ ചെയ്യേണ്ടത്? പൗഡർ ഇടുക അല്ലേ? അല്ല, പൗഡർ ഇടുന്നല്ല വേണ്ടി. മിസ്വാക്ക് ചെയ്യണം. പല്ലേക്കണം, പിന്നെ നഖം മുറിക്കണം, പിന്നെ കുളിക്കണം. 3 കാര്യങ്ങളാണ്. മിസ്വാക്ക് ചെയ്യുക, പല്ലേക്കണം, നിങ്ങൾ മനസ്സിലാലോചിക്കുക. പിന്നെ നഖമൊക്കെ മുറിക്കുക, പിന്നെ
കുളിക്കുക. 3 പഠിച്ചില്ലേ? അതാണ് വൃത്തിയുള്ള ശരീരത്തിന്, വൃത്തിയുള്ള പരിസരത്തിന്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്ടോ? കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഷുവറായി ചോദിച്ച ചോദ്യങ്ങളാണ്, ഈ വർഷം വരാൻ സാധ്യത കൂടുതലാണ്. വൃത്തിയുള്ള പരിസരത്തിന് എന്താ വേണ്ടി? വീട്, വിദ്യാലയം, മുറ്റം, വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം. അതാണ് വൃത്തിയുള്ള പരിസരത്തിന്. വൃത്തിയുള്ള പരിസരത്തിന് എന്താണ് ചെയ്യേണ്ടത്? വീട്, വിദ്യാലയം, മുറ്റം, വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം. അടുത്ത ഇത് പൂരിപ്പിക്കാൻ വരും. വെരി 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 ഇമ്പോർട്ടൻറ്റ്. നല്ലിഫു ഡാഷ് അഫ്നിയത്തക്കും, അഫ്നിയത്തക്കും, നല്ലിഫു അഫ്നിയത്തക്കും. എന്താണ് ഇതിന്റെ അർത്ഥം? പഠിച്ചു വെക്കുക. നിങ്ങളുടെ മുറ്റങ്ങൾ നിങ്ങൾ വൃത്തിയാക്കുവീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതും കൂടി പഠിക്കുക, അർത്ഥം കൂടി പഠിക്കുക. അപ്പൊ ഈ പാഠത്തിൽ കഴിഞ്ഞ 2 പരീക്ഷയ്ക്ക്, അഥവാ പിന്നെ പാദവാർഷിക പരീക്ഷ, പിന്നെ ഗൾഫിലെയും നാട്ടിലെയും പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമ്മൾ മൊത്തത്തിലൊന്ന് നോക്കാം. ഇവിടെ എന്താ പറയണേ? അതിനായി നമ്മുടെ കൽബും ശരീരവും വസ്ത്രവും പരിസരവും എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം. വൃത്തി ഈമാന്റെ ഭാഗം. ഇവിടെ ഇത്ര പഠിക്കാനുള്ളത്. അപ്പോൾ വൃത്തി ഈമാന്റെ ഭാഗമാണ്. പിന്നെ ഇവിടെ പഠിക്കാനുള്ളത് കൽബിന്റെ രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. 4 കിബിർ, ഹസദ്, റിയാ, ഷിർക്ക്. അതിന് തൊട്ട് ശുദ്ധിമണാവും പഠിച്ചു. പിന്നെ വൃത്തിയുള്ള ശരീരത്തിന് എന്താ വേണ്ടി? വൃത്തിയുള്ള പരിസരത്തിന്. അപ്പൊ ഈ പാഠം സെറ്റ് അല്ലേ? നമ്മൾ നെക്സ്റ്റ് പാഠത്തിലേക്ക് പോയാലോ? അപ്പൊ രണ്ടാമത്തെ പാഠത്തിൽ ആദ്യം നമ്മൾ നോക്കുന്നത് പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളാണ്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വീട്ടിൽ കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. ഇത് ഒന്നില്ലെങ്കിൽ പൂരിപ്പിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഓർഡർ തെറ്റിച്ചെന്ന് ഓർഡർ ആക്കാനായിരിക്കും. ഇങ്ങനെയൊക്കെ വരാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി വ ഖൈറൽ മഖ്റജി ബിസ്മില്ലാ ലജിന വ ബിസ്മില്ലാ ഖറജിന വ അലല്ലാഹി റബ്ബിന തവക്കൽനാ. പഠിച്ചോ? അപ്പോൾ ഇത് വലിയൊരു ദിക്റാണ്. ആ വലിയ ദിക്ർ 2 പരീക്ഷയ്ക്കും വന്നിട്ടുണ്ട്. അതുകൊണ്ട് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലജി വ ഖൈറൽ മഖ്റജി ബിസ്മില്ലാഹി വലജിന വ ബിസ്മില്ലാഹി ഖറജിന വ അലല്ലാഹി റബ്ബിന തവക്കൽനാ. ബിസ്മില്ല എത്രണ്ട് ഇവിടെ? ബിസ്മില്ല, ബിസ്മില്ല. ഇവിടെ ബിസ്മില്ല, ഇവിടെ വ ബിസ്മില്ല. ഓക്കെ, അപ്പൊ അത് നന്നായി പഠിക്കട്ടോ. വെരി വെരി ഇമ്പോർട്ടൻ്റാ. പിന്നെ ഈ പാഠത്തിൽ നിന്ന് വന്ന ഒരു ചോദ്യമാണ് എന്ത്? വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താ ചെല്ലേണ്ടത്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. അടുത്തത് പരീക്ഷയ്ക്ക് വന്നാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏത് കാല് വെക്കണം? ഇടതു കാൽ വെച്ച് പുറത്തിറങ്ങണം. അപ്പൊ ഈ 3 ചോദ്യങ്ങളാണ് പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് വന്നത്. ഇനി നമുക്ക് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട നോക്കാം. എന്താണ്? എൻ്റെ വീട് എന്നുള്ളതാണ് പാഠം അല്ലേ? ഇവിടെ ഞാൻ സാധ്യതയുള്ളൊരു ചോദ്യം പറയാം. അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് നമ്മുടെ വീടുകൾ. ഇപ്പൊ മാച്ച് ദ ഫോളോയിങ്ങോ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സോ അങ്ങനെയൊക്കെ ചോദ്യം വരാം. നമ്മുടെ വീടുകൾ ഡാഷ് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് എന്ത്? നമ്മുടെ വീടുകൾ. അടുത്ത വീട്ടിൽ പാലിക്കേണ്ട അദബുകൾ. വീട്ടിലേക്ക് കയറുമ്പോൾ ഡാഷ് ഏത് കാലാ വെക്കേണ്ടത്? വലതുകാൽ വെച്ച് പ്രവേശിക്കുക, സലാം പറയുക. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ചോദ്യം വരാം: വീട്ടിലേക്ക് കയറുമ്പോഴുള്ള മര്യാദകൾ 2 എഴുതുക. അപ്പൊ നിങ്ങൾ ഇതെല്ലാം ഓർമ്മ ഉണ്ടാവണം. സലാം പറഞ്ഞിട്ടില്ല നിങ്ങൾ മദ്രസ വിട്ടിട്ട് കയറില്ലേ? വീട്ടിലേക്ക് കയറില്ലേ? അപ്പൊ സലാം പറയുക. ഒന്ന് പഠിച്ചു. അപ്പൊ എളുപ്പമുണ്ട്, കുറച്ച് എഴുതാനുള്ള. സലാം പറയുക. പിന്നെ വലതുകാൽ വെച്ച് കയറുക. കണ്ടോ? ഇത് 2 പഠിച്ചില്ലേ? റെഡി സെറ്റ്. അടുത്തത് ഈ ദിക്റാണ് നമ്മൾ പറഞ്ഞത്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അടുത്തത് എന്താ? വെള്ളം, ഭക്ഷണം, വൈദ്യുതി തുടങ്ങിയവയിൽ ദുർവ്യയം ഒഴിവാക്കുക. ഇവിടെ പൂരിപ്പിക്കാൻ വരികയാണെങ്കിൽ ഇതാണ് വരിക: ദുർവ്യയം. എഴുതുന്ന സ്പെല്ലിങ് ദുർവ്യയം. സെറ്റ്. അടുത്ത ശൗചാലയം അടക്കമുള്ള വീടിന്റെ ചുമർ മറ്റും തുടങ്ങിയ വൃത്തിയായി സൂക്ഷിക്കുക. അതൊന്നും വരാൻ സാധ്യല്ല. പിന്നെ കൊതുക് വീടിന്റെ പരിസരത്ത് വളരാതിരിക്കാനും വീടിനകത്ത് അത് കടക്കാതിരിക്കാനും ആവശ്യമായത് ചെയ്യുക. അപ്പൊ ഇവിടെ എങ്ങനെ ചോദിക്കുക? അതായത് കൊതുക് വീടിന് പരിസരത്ത് വളരാതിരിക്കാനും വീടിനകത്ത് അത് കടക്കാതിരിക്കാനും ഡാഷ് എന്താ? ആവശ്യമായത് ചെയ്യുക. ആവശ്യമായതിന്റെ സ്പെല്ലിങ് നോക്കുക. ആവശ്യമായത്. പിന്നെ അടുത്ത് വസ്ത്രങ്ങൾ, പഠനോപകരണങ്ങൾ, മറ്റു ഉപയോഗ വസ്തുക്കൾ എന്നിവ നിശ്ചിത സ്ഥലത്ത് എടുത്തു വെക്കുക. ഇതൊക്കെ എന്താണ് ഇപ്പൊ പറഞ്ഞത്? നിങ്ങൾക്ക് മനസ്സിലായോ? വീടിന്റെ മര്യാദകളാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ വീടിന്റെ മര്യാദകൾ നിങ്ങൾ എന്താണോ അവിടെ 2 പഠിച്ചില്ലേ? അത് പഠിച്ചാൽ മതി. പിന്നെ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. പിന്നെ വീട്ടിലുള്ളവരോട് സലാം പറഞ്ഞിറങ്ങുക. അപ്പൊ നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോഴും സലാം പറയണം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും സലാം പറയണം. അപ്പൊ വീട്ടിലുള്ളവരോട് ഡാഷ് പറഞ്ഞിറങ്ങുക എന്ന് ചോദ്യം വന്നാൽ സലാം പറഞ്ഞിറങ്ങുക. പഠിച്ചില്ലേ? പിന്നെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പഠിക്കുക. പിന്നെ ഇടതുകാൽ വെച്ച് ഇറങ്ങുക. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പാഠത്തിൽ കുറെ അറബി പഠിക്കാണ്ട്. 1, 2 അത് വലിയ അറബിയാണ്. ഇത് 2ാമത്തെ അറബി. മനസ്സിലായി? ഈ 2 അറബി നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്ന ചോദ്യം ഉണ്ടോ അത് ഷുവർ സെറ്റാക്കി പഠിക്കണം. നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാണ്. പാഠം 3 പ്രകൃതി സംരക്ഷണം, പുണ്യ നബിയുടെ അധ്യാപനം. ഓക്കെ, ഇതിൽ ആദ്യം വന്ന ചോദ്യം എന്താണ്? അന്തരീക്ഷം ഉൾക്കൊള്ളുന്ന നമ്മുടെ പ്രകൃതി
അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അപ്പൊ ഇവിടെ ചോദ്യം ഇതാ വന്നത്, നമ്മുടെ പ്രകൃതി ഡാഷ് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. പഠിച്ചു വെക്കുക, നമ്മുടെ പ്രകൃതി. അപ്പൊ വീടും അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, ഇതും അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അപ്പൊ മാച്ച് ചെയ്യാൻ വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ പ്രകൃതി അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. പഠിച്ചോ? പ്രകൃതി അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. പ്രകൃതി അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. സെറ്റ്. ഇനി എന്താണ് ഇവിടെ പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യമാണ്, വിഭവങ്ങളുടെ ഡാഷ് പോലും പ്രകൃതിയെ നശിപ്പിക്കലാണ്. അങ്ങനല്ല ചോദ്യം വന്നു. ഇങ്ങനെ, വിഭവങ്ങളുടെ അമിതവ്യയം പോലും പ്രകൃതിയെ ഡാഷ് എന്താണ് നശിപ്പിക്കലാണ്. പഠിച്ചോ? നശിപ്പിക്കലാണ്. അപ്പൊ ഇത് പൂരിപ്പിക്കാനാണ് വന്നത്. ഇനി ഇത് വരാൻ സാധ്യത ഉണ്ട്. എങ്ങനെ? വിഭവങ്ങളുടെ ഡാഷ് പോലും പ്രകൃതിയെ നശിപ്പിക്കലാണ്. അമിതവ്യയം. എഴുതി നോക്ക അമിതവ്യയം. വ്യയം എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുക എന്നർത്ഥം. അതാണ് അമിതവ്യയം. അമിതമായിട്ട് ഉപയോഗിക്കണതിനാണ് അമിതവ്യയം എന്ന് പറയാം. അല്ലെ? വ്യയം അല്ലെ? വ്യയം. പിന്നെ പ്രകൃതിയെ നശിപ്പിക്കലാണ്. അത് രണ്ടും പഠിച്ചില്ലേ? പിന്നെ ഇവിടെ വന്നത് ചോദ്യമാണ്, 2 പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹു കണ്ടത്? സഅദ് റളിയല്ലാഹു അൻഹു എന്താണ് മിസ്റ്റേക്ക് കണ്ടത്? എന്താണ്? ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് സഅദ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്തത്. സെറ്റ് പഠിച്ചില്ലേ? എന്താണ്? ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് സഅദ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്തത്. 3 പോയിന്റ് പഠിക്കാനുള്ളൂ. ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് സഅദ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്തത്. സെറ്റ്. അടുത്തത് ഇവിടെ പരീക്ഷയ്ക്ക് വന്നൊരു ചോദ്യമാണ്, എന്ത്? പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാം? അപ്പൊ പ്രകൃതി സംരക്ഷണത്തിന് 2 പോയിന്റ് എഴുതാനാണ്. ഏതൊക്കെയാണ്? സഹജീവികളെ സംരക്ഷിക്കുക. അത് എളുപ്പമുള്ള നിങ്ങൾ പഠിച്ചാൽ മതി. മരങ്ങൾ വെച്ച് പിടിക്കുക. അത് സെറ്റല്ലേ? വേഗം പഠിക്കാം. മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അതെല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. അടുത്ത് ജലം മലിനമാക്കാതിരിക്കുക. എന്താ ജലം മലിനമാക്കുക? ജലം എന്ന് പറഞ്ഞാൽ എന്താ? ജലം എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം മലിനമാക്കരുത് പറഞ്ഞാല് അത് ഇടക്കാക്കരുത് എന്നർത്ഥം. അപ്പൊ ജലം മലിനമാക്കരുത്. ഇത് രണ്ടും വേഗം പഠിച്ചാൽ മതി. മരങ്ങൾ വെച്ച് പിടിക്കുക, വെള്ളം മലിനമാക്കരുത്, അല്ലെങ്കിൽ ജലം മലിനമാക്കരുത്. ഇനി ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ. മലകൾ ഇടിച്ച് നിരപ്പാതിരിക്കുക, വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട് കുറെ. മനസ്സിലായില്ലേ? ഇനി ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ഷുവറായിട്ട് പഠിക്കണം. മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് ഡാഷ്. എന്താ ഉത്തരം? മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ. പഠിച്ചോ? മരങ്ങൾ. കണ്ടോ? സ്പെല്ലിംഗ് കണ്ടോ? പിടിപ്പിക്കൽ. പഠിച്ചില്ലേ? മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ. സെറ്റ്. അപ്പൊ ഈ പാഠത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും കഴിഞ്ഞ വർഷം വന്ന ചോദ്യങ്ങളും കഴിഞ്ഞു. ഇനി നമ്മൾ മറ്റു പ്രധാനപ്പെട്ടതിലേക്ക് പോവുകയാണ്. എന്താണ്? പ്രകൃതി അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. തിരിച്ചും ചോദ്യം വരും, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് ഡാഷ് പ്രകൃതി. അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാലും കിട്ടണം. നാശം വരാത്ത വിധം കരുതലോട് കൂടി ഉപയോഗിക്കേണ്ടതാണ് എന്തിനെ? പ്രകൃതിയെ. വിഭവങ്ങളുടെ അമിത വ്യയം പോലും പ്രകൃതിയെ നശിപ്പിക്കലാണ്. ഇവിടെ ഞാൻ പറഞ്ഞ രൂപത്തിൽ പല രൂപത്തിലും ചോദ്യം വരാം. സെറ്റായിരിക്കണം ഈ ഗുണം. അടുത്തടുത്ത് ഒരിക്കൽ സഅദ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുവഴി കടന്നു വന്നു. ചരിത്രം ഓർമ്മണ്ടല്ലോ, കഥ ഓർമ്മണ്ടല്ലോ. എന്താണ് സഅദ് റളിയല്ലാഹു അൻഹു നമ്മൾ പറഞ്ഞു. അടുത്ത അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടനെ എന്താണ് സഅദേ ഈ ദുർവ്യയം? എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്? എന്താണ് സഅദേ ഈ ദുർവ്യയം? അന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വുളൂയിലും ദുർവ്യയമുണ്ടോ എന്ന് അത്ഭുതത്തോടു കൂടി ചോദിച്ച സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടി എന്താണ്? അതേ, നീ ഇതാ കഴിഞ്ഞ വർഷം ഹാഫ് ഇയർ എക്സാമിന് വന്നതാണ്, പഠിക്കണം. അതേ, നീ ഒഴുകുന്ന നദിയിലാണെങ്കിൽ പോലും ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കരുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഇത് പൂരിപ്പിക്കാൻ വരാൻ സാധ്യത ഉണ്ട്. റെഡി. നീ ഒഴുകുന്ന നദിയിലാണെങ്കിൽ പോലും എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി. എന്ത്? ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കരുത്. പഠിച്ചില്ലേ? ഇനി ഇതിലൊക്കെ നമ്മൾ 2 പഠിച്ചെന്ന് മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യാ അറിയോ? ഇത് പൂരിപ്പിക്കാൻ വരാൻ സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ മാച്ച് ചെയ്യാൻ വരാൻ സാധ്യതയുണ്ട്. അന്തരീക്ഷം ഡാഷ് എന്താ? മലിനമാക്കാതിരിക്കുക. പ്രകൃതി വിഭവങ്ങൾ ഡാഷ് ഒഴിവാക്കുക, ദുർവ്യയം ഒഴിവാക്കുക. മലകൾ ഇടിച്ചു നിരപ്പാക്കാതിരിക്കുക, വയലുകൾ മണ്ണിട്ട് ജലാശയങ്ങൾ സംരക്ഷിക്കുക. പിന്നെ ഇവിടെ എന്താ? ഇത് ഷുവറാണ് ചോദ്യം കേട്ടോ. അതായത് മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ എന്താണ്? മരണാന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ്. വേറൊരു ചോദ്യം, മരണാന്തരം, നേരത്തെ നമ്മൾ പറഞ്ഞ ചോദ്യം, മരണാന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് ഡാഷ് മരങ്ങൾ വെച്ച് നട്ടുപിടിപ്പിക്കൽ. ഇനി വേറൊരു ചോദ്യം ഉണ്ട്, എന്താണ്? മരണാനന്തരം ഡാഷ് ലഭിക്കുന്ന പുണ്യകർമ്മമാണ് മരങ്ങൾ നട്ടുപിടിക്കുക. പ്രതിഫലം. ഇങ്ങനെ 3 രൂപത്തിൽ നിങ്ങൾ പഠിക്കണം. സെറ്റായിരിക്കണം, ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാണ്. ലാസ്റ്റ് പാഠം.
ലാസ്റ്റ് പാഠത്തിൽ കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്ന ആദ്യത്തെ ചോദ്യം എന്താണ്? പ്രകൃതിക്ക് ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്ന ഒരു നാശകാരിയാണ് ഡാഷ്. എന്താ ഉത്തരം? പ്ലാസ്റ്റിക്. പഠിച്ചോ? പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് എങ്ങനെ എഴുതി നോക്ക? പ്ലാസ്റ്റിക്. സെറ്റ് അല്ലേ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലായിക്കോളൂ, ഇതല്ല ചോദ്യം. വേറെ ചോദ്യം വന്നിട്ടുണ്ട്. എന്താ? പ്രകൃതിക്ക് ഡാഷ് പരിക്കേൽപ്പിക്കുന്ന ഒരു നാശകാരിയാണ് പ്ലാസ്റ്റിക്. എന്താ? ഗുരുതരമായി. എങ്ങനെ? ഗു 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 രു 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 താ 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 ഗുരുതരമായി. സെറ്റല്ലേ? അക്ഷരങ്ങളൊന്നും എഴുതി നോക്കൂ. ഗുരുതരമായി. അപ്പോൾ ഇത് വരാൻ സാധ്യത ഉണ്ട്. എന്തുകൊണ്ട്? ഇത് കഴിഞ്ഞ വർഷം ഗൾഫിലാ വന്നത്, നാട്ടിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ഇത് സെറ്റാക്കണം. എന്താണ്? പ്രകൃതിക്ക് ഡാഷ് ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്നു. ഇനി ഇത് രണ്ടും അല്ലാത്തൊരു ചോദ്യം ഞാൻ പറഞ്ഞുതരാം. ഡാഷ് ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്ന ഒരു നാശകാര്യം പ്ലാസ്റ്റിക്. ആർക്ക്? പ്രകൃതിക്ക്. ഇങ്ങനെ തന്നെ എഴുതണ്ട, പ്രകൃതിക്ക്. ഓക്കെ. ഇനി കഴിഞ്ഞ വർഷം വന്ന് വേറൊരു ചോദ്യമാണ്. പ്ലാസ്റ്റിക് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ 2 എഴുതുക. പ്ലാസ്റ്റിക് വഴി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുക? 100 കണക്കിന് വർഷങ്ങൾ മണ്ണിലും വെള്ളത്തിലും അത് ദ്രവിക്കാതെ കിടക്കും. മണ്ണിനെയും വെള്ളത്തിനെയും അത് മലിനമാക്കും. അപ്പൊ അത് എളുപ്പം പഠിച്ചു. അത് ചെറുതാണ്, ചെറുത് മാത്രം എടുത്താൽ മതി, വലുത് എടുത്തിട്ട് നിങ്ങൾ ഇടങ്ങാറാവണ്ട. മണ്ണിനെയും വെള്ളത്തിനെയും അത് മലിനമാക്കും. ഒന്നേലേ. ഇനി ഏറ്റവും എളുപ്പമുള്ള എടുത്തോ. എന്താണ്? ശരീരത്തിലെത്തിയ പ്ലാസ്റ്റിക് മാരക രോഗങ്ങൾക്ക് കാരണമാകും. അതെടുത്തോ. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷപ്പുക അന്തരീക്ഷത്തെ മലിനമാക്കും. അത് ഞാൻ പറയാം. അത് നമുക്ക് എന്തിനു വന്നിട്ടില്ല? പിന്നെ കാകൊല്ല പരീക്ഷയ്ക്ക് വന്നിട്ടില്ല കേട്ടോ. കൊല്ല പരീക്ഷയ്ക്ക് വന്നിട്ടില്ല, ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ 2 പഠിക്കല്ലേ? പ്ലാസ്റ്റിക് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ 2 പറഞ്ഞാട്ടെ. 100 കണക്കിന് മണ്ണിനെയും വെള്ളത്തിനെയും അത് മലിനമാക്കും. അത് പഠിച്ചില്ലേ? അടുത്തത് എന്താ? ഒരു എളുപ്പമുള്ള പറയും. ഭക്ഷണം വഴിയായി ജീവികളുടെ ശരീരത്തിൽ അതിൻ്റെ അംശങ്ങൾ എത്തും. അത് നമുക്ക് ആലോചിച്ചാൽ കിട്ടൂലേ? കിട്ടും. ഇനി നമ്മൾ പ്ലാസ്റ്റിക് നിയന്ത്രിക്കുന്ന മാർഗങ്ങൾ, ഇത് പരീക്ഷയ്ക്ക് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിലും 2 പഠിച്ചു വെക്കുക. തുണി സഞ്ചി ഉപയോഗിക്കുക. സഞ്ചിന്ന് എങ്ങനെ ഇതൊക്കെ? സഞ്ചി കണ്ട, സഞ്ചി. തുണി സഞ്ചി ഉപയോഗിക്കുക. പഠിച്ചോ? തുണി സഞ്ചി ഉപയോഗിക്കുക. പ്ലാസ്റ്റിക് അല്ലാത്ത മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. പ്ലാസ്റ്റിക് സംരക്ഷണത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക. ഇവിടെ നിങ്ങൾ 2 എളുപ്പമുള്ള പഠിച്ചാൽ മതി. തുണി സഞ്ചി ഉപയോഗിക്കുക, പ്ലാസ്റ്റിക് അല്ലാത്ത മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. അടുത്തല്ലേ? അടുത്ത പരീക്ഷയ്ക്ക് വന്ന ഇതാണ്. ലൊഹറൽ ഫസാദ് ഫിൽ ബരി വൽ ബഹരി ബിമാ കസബത്ത് ഡാഷ് ഐദിന്നാസ് ഐദിന്നാസ് ഐദിന്നാസ്. അപ്പൊ ഇത് കാണാതെ പഠിക്കട്ടോ. ഇനി നമ്മൾ ഈ പാഠത്തിൽ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്, 1ാമത്തെ പാരഗ്രാഫിൽ ഒന്നുമില്ല, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ്ലാസ്റ്റിക് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പൂരിപ്പിക്കാൻ വരാൻ സാധ്യതയുണ്ട്. 2 എഴുതാൻ വരും ഞാൻ പറഞ്ഞു. അതല്ലാതെ പൂരിപ്പിക്കാനും വരും. എങ്ങനെ? പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന ഡാഷ് മലിനമാക്കും. എന്താണ്? വിഷപ്പുക അന്തരീക്ഷത്തെ മലിനമാക്കും. പഠിക്കുക. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ട് അന്തരീക്ഷത്തെ മലിനമാക്കുന്നത് എങ്ങനെ? പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന വിഷപ്പുക. പഠിച്ചോ? വിഷപ്പുക അന്തരീക്ഷത്തെ മലിനമാക്കും. അടുത്തത് എന്താണ്? ഇങ്ങനെ ചോദ്യം വരും. കത്തുന്ന പ്ലാസ്റ്റിക്കിന്റെ പുക ശ്വസനം വഴി ഡാഷ് ശരീരത്തിലെത്തുകയും ശരീരത്തിലെത്തിയ വിഷപ്പുക മാരക രോഗങ്ങൾക്ക് കാരണമാകും. അപ്പൊ പ്ലാസ്റ്റിക് കൊണ്ട് എങ്ങനെ മാരക രോഗങ്ങൾ ഉണ്ടാകുന്നു? കത്തിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ പുക ശ്വസനം വഴി ശരീരത്തിലെത്തും. ശരീരത്തിലെത്തിയ വിഷപ്പുക മാരക രോഗങ്ങൾക്ക് കാരണമാകും. പ്ലാസ്റ്റിക് നിയന്ത്രിക്കാൻ എന്താ വഴി? തുണിസഞ്ചി ഉപയോഗിക്കുക. പിന്നെ പ്ലാസ്റ്റിക് അല്ലാത്ത മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെയൊക്കെ. പിന്നെ ലൊഹറൽ ഫസാദ് ഫിൽ ബരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്. അർത്ഥം പഠിക്കാം. മനുഷ്യകരങ്ങളുടെ പ്രവർത്തനങ്ങൾ ഫലമായി കരയിലും കടലിലും നാശം പ്രത്യക്ഷപ്പെട്ടു. ഒരുപക്ഷെ ചോദ്യം വരട്ടോ. നമ്മൾ ഉദ്ദേശിച്ച എല്ലാ ചോദ്യങ്ങളും കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടഫായ ചോദ്യം വരികയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരും. അതായത് അർത്ഥം എഴുതാനേ. ലഹറൽ ഫസാദ് ഫിൽ ബരി ബിമാ കസബത്ത് ഐദിന്നാസിന്റെ അർത്ഥം എഴുതാന്ന് പറഞ്ഞാൽ ഇതായതുണ്ട്. മനുഷ്യകരങ്ങളുടെ പ്രവർത്തന ഫലമായി കരയിലും കടലിലും നാശം പ്രത്യക്ഷപ്പെട്ടു. സെറ്റല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് 4ാം ക്ലാസ്സിൽ ദുറൂസിൽ എല്ലാവരും ഫുൾ മാർക്ക് വാങ്ങണം. വെരി വെരി സിമ്പിൾ ആണ് ദുറൂസ്. നിങ്ങൾ നന്നായി പഠിച്ചാൽ മതി. കഴിഞ്ഞ വർഷം വന്ന 2 ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസർ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രശ്നവും പേടിക്കണ്ട. അത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 50ൽ 48 മാർക്ക് വാങ്ങാൻ കഴിയും. ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.